ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ രാവിലെ എണ്ണീറ്റ് കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു പനി പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു മുടി ഒന്ന് ജസ്റ്റ് ഡ്രയർ വെച്ചൊന്ന് ഉണക്കിയെടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞ് തുമ്മലാകും, പനിയാകും, ജിമ്മിൽ പോകാൻ പറ്റത്തില്ല. ഇതിനൊക്കെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇതൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും നല്ലതായിട്ട് വിശന്നു. ഞാൻ രാവിലെ നമുക്ക് ഫുഡ് കഴിച്ചാൽ 7:30. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ചു. നമ്മുടെ ലഞ്ച്. പിന്നെ മമ്മി പരിഞ്ഞില്ല കേട്ടോ, മമ്മിയുടെ മീനിൻ്റെ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ രാവിലെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വിക്സൊക്കെ തേച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഒന്ന് ഉറങ്ങുമ്പോൾ റെഡി ആവുമായിരിക്കും എന്ന്. ഞാൻ സമാധാനപരമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കോളിംഗ് ബെല്ല്. ആരാ? ഫ്ലിപ്കാർട്ടിലെ ചേട്ടൻ. ഫ്ലിപ്കാർട്ടിലെ ചേട്ടൻ്റെ കയ്യിൽ എന്താ നോക്കാൻ ചെന്നപ്പോഴത്തേക്കും ഒരു വലിയ സാധനം. അത് തുറന്നപ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്തിരുന്ന ഡോക്ടർ ചോയ്സിൻ്റെ ഓട്സും പിന്നെ ഒരു 1 kg പീനട്ട് ബട്ടറുമായിരുന്നു. പീനട്ട് ബട്ടർ ഞാൻ അപ്പോഴേ പൊട്ടിച്ച് കഴിച്ച് നോക്കി, നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മധുരം ഇല്ലെന്ന് പറഞ്ഞാലും അത് നല്ലതാണ്. മറ്റേ ഓട്സ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ നൈറ്റ് വീട്ടിൽ കാണത്തില്ല, അപ്പം ഞാൻ വിചാരിച്ചു ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ട് പോകാം, കുറച്ച് ഹെൽത്തി ആയിട്ട്. കുറച്ച് കുക്കുംബറും കുറച്ച് സോയാബീനും കുറച്ച് പനീറും ഒക്കെ ഇട്ട് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം, മമ്മിക്കൊരു ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇങ്ങനെ നിൽക്കണം, പിറ്റേ ദിവസം രാവിലെ അത് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു സാധാരണ ഒരു ടീഷർട്ടും ബ്ലാക്ക് ടീഷർട്ടും അവിടെ കിടന്നൊരു പാൻറ്റും ഒക്കെ എടുത്തിട്ട് ഇറങ്ങി. ഈ ടീഷർട്ട് ഞാൻ ലോകത്ത് എല്ലായിടത്തും ഇടും. ഞാൻ വീട്ടിലിടും, പുറത്ത് പോകുമ്പോൾ ഇടും, ജിമ്മിൽ പോകുമ്പോൾ ഇടും, ഇനി എവിടെയെങ്കിലും പല സ്ഥലത്ത് പോകണം അവിടെ ഇടും. അങ്ങനൊരു ടോപ്പാണിത് എനിക്ക്. അതുകൊണ്ട് ഒരു ടീഷർട്ടൊക്കെ എടുത്തിട്ടു. പിന്നെ നമുക്ക് ഉണ്ടാക്കിയ ഫുഡൊക്കെ എടുത്ത് ബാഗിൽ വെക്കാം. ഞാൻ വേറൊന്നും എടുക്കുന്നില്ല. ഞാൻ ഉണ്ടാക്കിയ രാത്രിത്തേക്കുള്ള ഫുഡും പിന്നെ ഒരു ബോട്ടിൽ വെള്ളം, പിന്നെ അമ്മയ്ക്ക് ഏത്തയ്ക്ക വേണമെന്ന് പറഞ്ഞു. അത് അമ്മയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എടുത്തൊക്കെ വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു 2-3 ചോക്ലേറ്റും കൂടെ എടുത്തിടാം, അമ്മയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ ഷുഗർ കട്ട് കേട്ടോ, എത്ര നാളത്തേക്കാണെന്ന് അറിയത്തില്ല. എന്നാലും അങ്ങനെ ഈ പാസ്സൊക്കെ എടുത്ത്, ഈ പാസ് കാണിച്ചാൽ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ ബൈ സ്റ്റാൻഡറായിട്ട്. വിസിറ്റിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോവാണ്. അപ്പം നമുക്ക് പോകാം. എല്ലാവർക്കും ഇതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിതുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കാര്യം ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കും. നമ്മളേതെങ്കിലും സോങ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളത് കേട്ടോണ്ടൊക്കെ അങ്ങ് ഇരിക്കും. പക്ഷെ അതല്ലാത്ത പക്ഷം ഞാനിങ്ങനെ ആലോചിക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ലാത്ത കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ എന്തൊക്കെയോ കാട് കയറി ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതെനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്ക് നമുക്കൊരു ഷോർട്ട് കട്ടുണ്ട്. നമ്മൾ ഷോർട്ട് കട്ട് വഴി കയറിയപ്പോൾ എന്താ അവിടെ അതിലും വലിയ തിരക്ക്. അവിടെ റെയിൽവേ ട്രാക്ക് ക്ലോസ് ചെയ്തിട്ടേക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് അമ്മയടുത്ത് പോവാം. ഓക്കെ, ബാ. അങ്ങനെ അമ്മയുടെ റൂമൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെ ഫൈനൽ നമ്മൾ അമ്മയടുത്ത് എത്തി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.